ഒരു അരയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെന്റ്സിന്റെ സമ്മ് കാണുന്നതിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്കതിന്റെ അൽഗോരിതം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് റീഡ് അരേ സൈസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? അരേ സൈസ് റീഡ് ചെയ്യാം. അരേ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അരയിൽ എത്ര എലമെന്റ്സ് ആണോ സ്റ്റോർ ചെയ്യുന്നത് ആ എലമെന്റ്സ് ആണ് അരേ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ n എലമെന്റ്സ് നമ്മൾ അരയിൽ സ്റ്റോർ ചെയ്യും. അപ്പം അരേ സൈസ് എന്നുള്ളത് n ആണ്. അപ്പോൾ ആദ്യമേ തന്നെ യൂസറിനോട് ചോദിക്കുക എത്ര എലമെന്റ്സ് ആണ് അരയിൽ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഇനി അടുത്ത് എന്ത് ചെയ്യുക? ആ എലമെന്റ്സ് റീഡ് ചെയ്യുക. യൂസർ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുക. നമ്മൾ സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് വഴി അത് റീഡ് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യും, ഈ അരയിൽ സ്റ്റോർ ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് സമ്മ് കാണുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് സമ്മ് പ്രിന്റ് ചെയ്യുക. അപ്പം സം കാണണം. സം കാണുന്നുള്ള ആ സ്റ്റെപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് എന്ത് വേണം? സമ്മ് കണ്ടുപിടിച്ച് സ്റ്റോർ ചെയ്യാനായിട്ടൊരു വേരിയബിൾ വേണം. നമ്മളിവിടെ സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു. ആ വേരിയബിളിന്റെ ഇനീഷ്യൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സമ്മ് സാധാരണ നമ്മൾ കാണുമ്പോൾ വേരിയബിൾ ഇനീഷ്യലി എൻ്റെ വാല്യൂ ക്ലിയർ ചെയ്ത് 0 എന്ന് കൊടുക്കാറുണ്ട്. ഇനി അരയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അരയിൽ നമുക്കറിയാം ഒന്നിലധികം എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പം അരേ ഇൻഡെക്സ് വേരി ചെയ്യുന്നത് 0 to n-1 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം 0th ഇൻഡെക്സിൽ ഉള്ള എലമെന്റ് തൊട്ട് n-1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള എലമെന്റ്സ് വരെ ഓരോന്നിനെയായിട്ട് നമുക്ക് റീഡ് ചെയ്യണം. റീഡ് ചെയ്ത് ആ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സം എന്നുള്ള വേരിയബിളിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലൂപ്പ് വേരിയബിൾ വേണം. ആ ലൂപ്പ് വേരിയബിൾ i ആണ്. i എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക? 0th പൊസിഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അരയുടെ ഇൻഡെക്സ്, അതായത് ഫസ്റ്റ് ലൊക്കേഷൻ തൊട്ട് പോകണം. അപ്പം ഐയുടെ വാല്യൂ നമ്മൾ 0 ആയിട്ട് അസൈൻ ചെയ്തു. അപ്പോൾ രണ്ട് വേരിയബിൾസ് നമ്മൾ എടുത്തു, സമ്മും ഐയും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? അരയിലെ ഓരോ എലമെന്റ്സിനെയും വിസിറ്റ് ചെയ്യുക, അല്ലെ? അരയിലെ ഓരോ എലമെന്റ്സിനെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെ പോകണം? ഇപ്പൊ സമ്മിന്റെ ഐയുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു. ഐയുടെ വാല്യൂ 0 തൊട്ട് എവിടം വരെ നമ്മൾ മൂവ് ചെയ്യണം? n-1 എന്നുള്ള പൊസിഷൻ വരെ നമ്മൾ പോകണം. അപ്പം while i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ലെസ് ദാൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഞാൻ അവിടം വരെ പോകണം. ആ ഒരു 0 to n-1 വരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1. n-1 വരെ പോയാൽ മതി. 0 to n-1 എന്നുള്ള പൊസിഷൻ വരെ അരേ പോകണം. എന്നിട്ട് ഓരോ എലമെന്റിനെ ആയിട്ട് വിസിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ എലമെന്റിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നമ്മുടെ അരേന്ന് എടുക്കുക ഐ, അല്ലെ? അപ്പം സം എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തിരുന്ന വാല്യൂവിന്റെ കൂടെ അരേ ഇൻഡെക്സ് എവിടെയാണോ നിൽക്കുന്നത് ആ പൊസിഷനിലുള്ള എലമെന്റും കൂടി ആഡ് ചെയ്തിട്ട് സം എന്ന് പറയുന്ന വേരിയബിളിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഇതാണ് സമ്മ് കാണുന്നതിനുള്ള പ്രോഗ്രാം. അപ്പം ഐയുടെ വാല്യൂ ആദ്യം 0 ആയിരിക്കും. അത് എവിടം വരെ പോകും? n-1 വരെ പോകും. n-1 എത്തുന്നത് വരെ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ അരേ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0th ലൊക്കേഷനിൽ കിടക്കുന്ന എലമെന്റിനെ സമ്മിന്റെ കൂടെ ആഡ് ചെയ്യും. പിന്നെ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. ഇവിടെ കൊണ്ട് പറ്റത്തില്ല, ഇനി എന്തും കൂടെ ചെയ്യണം. ഐയുടെ വാല്യൂ തൊട്ടടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈൽ ലൂപ്പിന്റെ ഉള്ളിലായിട്ട് ഇത് പറഞ്ഞാൽ മതി. ഓക്കെ, വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സമ്മ് കാണുന്നു, പിന്നെ സമ്മിന്റെ ഒപ്പം തന്നെ എന്തും ചെയ്യുന്നു, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തും കൂടി നമ്മൾ കൊടുക്കുന്നു. ഇതാണ് സം ഓഫ് എലിമെന്റ്സ് ഓഫ് ആൻ അരേ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ അൽഗോരിതം. ഇനി നമുക്കിതിനെ പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അൽഗോരിതം ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങൾ ഏത് പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേയും അതിന്റെ അൽഗോരിതം എഴുതി ശീലിക്കുക. അപ്പോൾ പ്രോഗ്രാം എഴുതാനായിട്ട് എളുപ്പമായിരിക്കും. ആദ്യം അരേ സൈസ്, അരയുടെ സൈസ് അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് ആണ് അരയിൽ സ്റ്റോർ ചെയ്യുന്നത് ആ വാല്യൂ എന്നുള്ള വാല്യൂ റീഡ് ചെയ്യുക. അതിനുശേഷം അരേ എലമെന്റ്സ് റീഡ് ചെയ്യുക. എലമെന്റ്സ് റീഡ് ചെയ്തിട്ട് അരയിലെ ഓരോ ലൊക്കേഷനിലൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചു. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂപ്സ് ആണ്. നമുക്ക് ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് സം കാണണം. സം കാണാനായിട്ട് നമ്മൾ രണ്ട് വേരിയബിൾ എടുത്തു. സം എന്ന് പറയുന്ന ഒരു വേരിയബിളും ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളും. ഐയുടെ വാല്യൂ ഇനീഷ്യലി 0 ആണ്, കാരണം 0th ഇൻഡെക്സ് തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 0 തൊട്ട് n-1 വരെയുള്ള ഓരോ ലൊക്കേഷനും വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് ആ എലമെന്റിനെ എടുത്ത് സം എന്നുള്ള വേരിയബിളിന്റെ ഇപ്പോൾ ഉള്ള കണ്ടന്റിന്റെ കൂടെ ആഡ് ചെയ്യുക. തിരിച്ച് സം എന്ന് പറയുന്ന വേരിയബിളിൽ തന്നെ സ്റ്റോർ ചെയ്യുക. അതായത് ഓരോ എലമെന്റിനായിട്ട് ആഡ് ചെയ്ത് പോവുക. അതിനുശേഷം ഐയുടെ വാല്യൂ തൊട്ടടുത്ത ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യാൻ പാകത്തിന് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ സം എന്ന് പറയുന്ന വേരിയബിളിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂ പ്രിന്റ് ചെയ്യുക. ദെൻ സ്റ്റോപ്പ്. ഇതാണ് അൽഗോരിതം. ഓക്കെ, നമുക്കിതിനെ പ്രോഗ്രാമിലേക്ക് മാറ്റാം.
ആദ്യമേ തന്നെ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മളിവിടെ stdio.h എന്നുള്ളൊരു ഹെഡർ ഫയൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം conio.h എന്നുള്ള മറ്റൊരു ഹെഡർ ഫയലും കൂടി എടുത്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ എഴുതുക. അതിൻ്റെ കർലി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അടുത്തത് വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. നമ്മളിവിടെ ഒരു ഇൻറ്റീജർ അറേ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് പറഞ്ഞു. ഇനി അരയുടെ പേര് ഞാൻ AR എന്നാണ് കൊടുക്കുന്നത്. അരയുടെ സൈസ് പറയാം. ഞാനിവിടെ അരയുടെ സൈസ് 20 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് കുറച്ച് കൂടുതൽ സ്പേസ് എപ്പോഴും യൂസ് ചെയ്യാം അരേ ഡിക്ലറേഷൻ്റെ സമയത്ത്. കാരണം എക്സിക്യൂഷൻ്റെ സമയത്ത് എന്നിൻ്റെ വാല്യൂ വേരി ചെയ്ത് വരും. അത് എത്രയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എക്സിക്യൂഷൻ്റെ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അരേ സൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിലധികം കുറച്ച് വേരിയബിളും കൂടെ നമ്മൾ റിസർവ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ 20 എന്നുള്ള വാല്യൂ കൊടുക്കാനായിട്ട് പോവില്ല. ചെറിയ ലെവലിലുള്ള എക്സാമ്പിൾസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 20 എന്നുള്ള വാല്യൂ കൊടുത്തത്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 എന്നുള്ള വാല്യൂ തന്നെ കൊടുക്കാം. 70 സ്റ്റുഡൻസ് എന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയുവാണെങ്കിൽ ആ വാല്യൂ അതുപോലെ തന്നെ നമുക്കിവിടെ കൊടുക്കാം. ഇനി അരേ സൈസ് റീഡ് ചെയ്യാനായിട്ട് n എന്നൊരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. സം കാണാനായിട്ട് സം എന്ന് പറയുന്നൊരു വേരിയബിൾ എടുത്തു. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആയിട്ട് കൊടുത്തു. I എന്നുള്ളൊരു വേരിയബിൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ CLR സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അരേ സൈസ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് റീഡ് ചെയ്യുക. ഇവിടെ എൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഇവിടെ എൻ്റർ ചെയ്യേണ്ട വാല്യൂ എന്നുള്ളത് അരയിൽ എത്ര എലമെൻ്റ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് റീഡ് ചെയ്യേണ്ടത്. %d ദെൻ കോമ അഡ്രസ് ഓഫ് n എന്നുള്ള വേരിയബിളിലേക്കാണ് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. എന്നിൻ്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അരേ റീഡ് ചെയ്യുക. നമ്മൾ പറയുകയാണ് യൂസറിനോട് എൻ്റർ ദ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. യൂസർ ഓരോ എലമെൻ്റ് ആയിട്ട് റീഡ് ചെയ്യും. ഞാനിവിടെ സ്ലാഷിന് കൊടുക്കുന്നത് തൊട്ട് താഴത്തെ ലൈനിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അരേ റീഡ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പം ഫോർ ലൂപ്പ് തന്നെ നമ്മൾ എല്ലാ സമയത്തും യൂസ് ചെയ്യുന്നുള്ളൂ. I less than or equal to n minus 1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു n minus 1 എന്നോ ലെസ് ദാൻ n എന്നോ കൊടുക്കാം. പ്ലസ് I then scanf വഴി റീഡ് ചെയ്യാം. scanf %d കോമ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? അഡ്രസ് ഓഫ് അരയുടെ പേരെന്താ? AR. അഡ്രസ് ഓഫ് AR എന്ന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് I എന്നുള്ള ഇൻഡെക്സ് കൊടുക്കുക. ഐയുടെ വാല്യൂ മാറി മാറി വന്നോളൂ. ദെൻ ഫോർ ലൂപ്പ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അര മുഴുവൻ റീഡ് ചെയ്ത് കിട്ടി. ഇനി സമ്മ് കാണണം. സമ്മ് കാണാനും ഞാനിവിടെ ഒരു ഫോർ ലൂപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈൽ ലൂപ്പും യൂസ് ചെയ്യാം. I = 0 എന്ന് പറഞ്ഞിട്ട് വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. അരയുടെ ഓപ്പറേഷൻസ് തൽക്കാലം നിങ്ങൾ ഫോർ ലൂപ്പിൽ മാത്രം പഠിച്ചാൽ മതി. അൽഗോരിതം എഴുതുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ വൈൽ ലൂപ്പ് ഇട്ടങ്ങ് പറയുന്നേ ഉള്ളൂ. കോഡ് ചെയ്യുമ്പോൾ ഫോർ ലൂപ്പിൽ തന്നെ പഠിക്കുക. അപ്പോൾ ഒരേ സ്ട്രക്ചർ പല സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കറക്റ്റായിട്ട് മനസ്സിലാവും. I = 0 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ലൊക്കേഷൻ തൊട്ട് നമുക്ക് മൂവ് ചെയ്യണം. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n minus 1 I ലെസ് ദാൻ എന്നോ കൊടുക്കാം. അതിൻ്റെ ലോജിക്ക് ഓർത്താൽ മതി. എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 0 to 4 വരെ മൂവ് ചെയ്യണം. 5ലേക്ക് കടക്കരുത്. ഇത്ര ഓർക്കുക. ദെൻ ++i. ഇനി അടുത്ത എന്താണ്? സം = സം പ്ലസ് AR അരയുടെ പേര് AR ഓഫ് I എന്ന് പറഞ്ഞാൽ ith ഇൻഡെക്സിലെ എലമെൻറ്റ്. ആ എലമെൻറ്റ് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്തു? സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് തിരിച്ച് സമ്മിൽ തന്നെ വേരിയബിൾ സ്റ്റോർ ചെയ്തു. ഇപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വാല്യൂ സം എന്നുള്ള വേരിയബിൾ ഉണ്ടായിരിക്കും. printf സം = എന്ന് പറഞ്ഞാൽ സമ്മിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുക. സം = %d എന്ന് കൊടുക്കുക. %d സ്ഥലത്ത് ഏത് വേരിയബിളിലെ വാല്യൂ വരണം? സം എന്നുള്ള വേരിയബിളിലെ വാല്യൂ വരണം. ദെൻ get ch കൊടുക്കുക. ക്ലോസ് ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് കമ്പൈൽ ചെയ്യാം. റൺ ചെയ്യുക. എൻ്റെ അത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 5 എൻ്റർ ചെയ്യാണ്. എൻ്റെ അത് എലമെൻറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം 100 ആയിട്ട് തന്നെ കൊടുക്കാം. സം = 500 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി നോക്കാം. എൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഞാൻ 4 എൻ്റർ ചെയ്തു. എൻ്റെ അത് എലമെൻറ്റ്സ് 11, 12, 13, 14 സം = 15 കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അരയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സിൻ്റെ സം കാണുന്നതിനുള്ള പ്രോഗ്രാം.
താങ്ക് യു.